ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ മൈസൂർ പാക്കാണ്. ഏതെങ്കിലും ആഘോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും വാങ്ങിക്കുന്ന ഒന്നാണ് മൈസൂർ പാക്ക്. നമ്മൾക്കിനി ഇത് കടയിൽ പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല. വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മൈസൂർ പാക്ക് നമ്മൾക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പം മൈസൂർ പാക്ക് ഉണ്ടാക്കിയിട്ട് ശരിയാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മെഷർമെൻറ്റിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ അതേപോലെ ശ്രദ്ധിച്ചുണ്ടാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ മൈസൂർ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. ആദ്യമേ തന്നെ മൈസൂർ പാക്ക് ഉണ്ടാക്കി വെക്കാനുള്ള പാത്രം റെഡിയാക്കി വെക്കണം. ഇതുണ്ടാക്കി വെക്കാനായിട്ട് സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴായിരിക്കും നമ്മൾക്കിത് കട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ കട്ട് ചെയ്യാൻ പറ്റുന്നത്. ഞാനിതിനകത്ത് നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലും നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നെയ്യാണ്. നെയ്യ് നമ്മൾക്ക് 2 കപ്പ് വേണം. 2 കപ്പ് എടുത്താലാണ് നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇത് ഇവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് ചൂടാക്കേണ്ട ആവശ്യമില്ല. കട്ടയില്ലാത്ത രീതിയിൽ ഉരുക്കി വെച്ചാൽ മതി. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. ഇനി വേണ്ടത് നമ്മൾക്ക് കടലമാവാണ്. ഒരു പാൻ എടുത്ത് അതിനകത്തേക്ക് 1 കപ്പ് കടലമാവിട്ട് ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ലൊരു മണം വരും കടലമാവ് വറുത്ത് വരുന്നതിൻ്റെ. ആ മണം വരുന്ന വരെ ഇത് റോസ്റ്റ് ചെയ്യണം. ചെറിയ തീയിലേ വറുത്തെടുത്താൽ മതി. തീ ഒരുപാട് കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോവും. ഇപ്പം കടലമാവൊക്കെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഒരു അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രം മടിയിൽ വെച്ച് അതിൻ്റെ മുകളിലായിട്ട് അരിപ്പ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്തെടുത്ത കടലമാവ് നേരെ ഈ അരിപ്പയിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ മൈസൂർ പാക്ക് ഉണ്ടാക്കുമ്പം തീരെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. മൈസൂർ പാക്ക് ഉണ്ടാക്കുമ്പം എപ്പോഴും നമ്മൾ കടലമാവ് ഒന്ന് വറുത്തതിന് ശേഷം ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോഴായിരിക്കും ടേസ്റ്റ് കൂടുന്നത്. അതുകൊണ്ട് വറക്കാതെ ഉണ്ടാക്കരുത്. അപ്പം ഇതിൻ്റെ ഒരു പച്ച ചൊവ്വ ചെറുതായിട്ട് വരും. അതുകൊണ്ട് കടലമാവ് ഒന്ന് വറുത്തതിന് ശേഷം വേണം നമ്മളിത് അരിച്ചെടുത്തിട്ട് ഉണ്ടാക്കാനായിട്ട്. ഇപ്പം കടലമാവെല്ലാം അരിച്ചെടുത്ത് കഴിഞ്ഞു. നമ്മൾ നേരത്തെ നെയ്യ് ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് 1/2 കപ്പ് നെയ്യ് എടുത്ത് ഈ കടലമാവിനകത്തോട്ട് ഒഴിക്കുക. എന്നിട്ട് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ മിക്സ് ആക്കി എടുക്കണം. ഇപ്പം ഞാനിതിവിടെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് പഞ്ചസാരയാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. പഞ്ചസാരയൊക്കെ നല്ലപോലെ തിളച്ച് വരും. ഉരുകി തിളച്ച് വന്നതിന് ശേഷം ഇത് ഒറ്റനൂൽ പരുവം ആയിട്ട് വരണം. അത്രയും നേരം നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഒറ്റനൂൽ പരുവം ആകാതെ നമ്മൾ കടലമാവ് ഇട്ട് കഴിഞ്ഞാൽ മൈസൂർ പാക്കിൻ്റെ ടെക്സ്ചർ കറക്റ്റായിട്ട് കിട്ടത്തില്ല. അത് കുറച്ച് ഒഴുകിയ പോലെ ആയിരിക്കും ഇരിക്കുക. അതേപോലെ തന്നെ ഒറ്റനൂൽ പരുവം കഴിഞ്ഞ് ഇപ്പം 2ഓ 3ഓ നൂൽ പരുവം ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കട്ടിയായിട്ടിരിക്കും. നമ്മൾക്ക് പിന്നെ അത് ഇളക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ ഒരു സമയമാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഈ സമയത്ത് നമ്മൾ നേരത്തെ കടലമാവും നെയ്യും കൂടെ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഈ പഞ്ചസാര മിക്സിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ നെയ്യും പഞ്ചസാരയും കടലമാവും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് വരും. അത്രയും നേരം ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ കടലമാവ് ഒഴിച്ചത് പഞ്ചസാരയിൽ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് ഉണ്ടാക്കാനായിട്ട് ടോട്ടൽ 2 കപ്പ് നെയ്യാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് 1/2 കപ്പ് നമ്മൾ ആദ്യം കടലമാവിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ഇപ്പം 1/4 കപ്പ് ഒഴിച്ചു. ഇനി ഇതും കടലമാവിൽ നല്ല പോലെ മിക്സായിട്ട് വരണം. നെയ്യ് തീരെ കാണാത്ത പോലെയാവും. അത്രയും നേരം ഇത് മിക്സാക്കിക്കൊണ്ടിരിക്കുക. ഇതേപോലെ തന്നെ ബാക്കിയുള്ള നെയ്യും കൂടെ നമ്മൾക്ക് ഒഴിച്ചു തീർക്കണം. 6 പ്രാവശ്യമായിട്ട് നമ്മൾ ഇതിനകത്ത് നെയ്യ് ഒഴിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ മൈസൂർ പാക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ട് വരുന്നത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലായിരിക്കും വരുന്നത്. അതേസമയം നല്ല കട്ടിയായിട്ടുണ്ടായിരിക്കും. നമ്മൾക്ക് മുറിച്ചെടുക്കാനും പറ്റും. ഇപ്പം എല്ലാ നെയ്യും ഞാൻ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 1/4 കപ്പായിട്ടാണ് ഓരോ പ്രാവശ്യവും ഒഴിച്ചിട്ടുള്ളത്. ഓരോ പ്രാവശ്യവും ഒഴിച്ചു കഴിയുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് കടലമാവായിട്ട് നന്നായി മിക്സായി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത 1/4 കപ്പ് ഒഴിക്കാൻ പാടുള്ളൂ. ഇനി ഇത് കറക്റ്റ് പാകമായിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിനകത്തേക്ക് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾക്ക് കയ്യിൽ ഉരുട്ടാൻ പറ്റുന്ന പാകമായിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്നൊരു പരുവായിരിക്കും. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇത് നല്ല ചൂടായതുകൊണ്ട് നമ്മൾക്ക് സ്പൂണിലെടുത്തിട്ട് കൈവച്ച് ഉരുട്ടി നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളത്തിലിട്ട് നോക്കുന്നത്. അപ്പം നമ്മൾക്ക് കറക്റ്റായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ്. ഇത് കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇത് പാനിൽ നിന്നൊക്കെ നല്ലപോലെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുണ്ടാക്കാനായിട്ട് നമ്മൾ നോൺ സ്റ്റിക്ക് എടുക്കുകയാണെങ്കിൽ കൂടുതൽ എളുപ്പമായിരിക്കും. തീരെ ഒട്ടിപ്പിടിക്കാതെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ പാത്രമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് നേരെ ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ച് അതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്കിത് പുറത്തെടുക്കാനും എളുപ്പമായിരിക്കും. തീരെ പൊട്ടിപ്പോകത്തില്ല. അതേപോലെ തന്നെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത് വീഴുന്നത് കാണുമ്പോഴും അറിയാം
നല്ല കറക്റ്റ് പാകമായിട്ടാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ മടക്കായിട്ട് വേണം ഇത് വീഴാനായിട്ട്. ഇനി ഇത് തണുക്കുമ്പോൾ നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ശരിക്കും ഇതിൻ്റെ മുകൾ ഭാഗം അധികം ലെവലാക്കേണ്ട ആവശ്യം നമ്മൾക്ക് വരത്തില്ല. കാരണം ഇത് കറക്റ്റ് പാകമായിട്ടായിരിക്കും വീഴുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗം ലെവലാക്കിയാലും സ്പൂണിലൊന്നും തീരെ ഒട്ടിപ്പിടിക്കത്തില്ല. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് 3-4 മണിക്കൂർ നമ്മൾക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 3-4 മണിക്കൂർ കഴിഞ്ഞാൽ നല്ല പോലെ സെറ്റായിട്ടുണ്ടായിരിക്കും. ഇപ്പം ഇതിവിടെ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മൈസൂർ പാക്കൊക്കെ നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾക്ക് കത്തി വെച്ചിട്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് വിടുവിപ്പിച്ച് കൊടുക്കാം. അപ്പോഴായിരിക്കും പെട്ടെന്ന് തന്നെ എടുക്കാൻ കിട്ടുന്നത്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മൈസൂർ പാക്കിന് പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. ഒന്നുകൂടെ രുചിയും മണവും കൂടും. ഇങ്ങനെ സൈഡെല്ലാം വിടുവിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്കിതൊരു കട്ടിംഗ് ബോർഡിലോട്ടോ അല്ലെങ്കിൽ പ്ലേറ്റിലോട്ടോ മറിച്ചിട്ട് കൊടുക്കാം. അപ്പം ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി ഇതിങ്ങനെ മറിച്ചിടുമ്പോൾ വരുന്നില്ല എങ്കിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള ബട്ടർ പേപ്പർ ചെറുതായിട്ടൊന്ന് പൊക്കി കൊടുത്താൽ മതി. അപ്പോഴും നമ്മൾക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഇനി ഈ പേപ്പറെല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾക്കിത് ഇഷ്ടമുള്ള ആകൃതിയിൽ മുറിച്ചെടുക്കാം. ഞാനിതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. 1 കപ്പ് കടലമാവ് കൊണ്ട് ഇത്രയും മൈസൂർ പാക്കാണ് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുക. അപ്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ബാക്കിയുള്ള ചേരുവകളും കൂട്ടിയെടുക്കുക. ഇത് മുറിക്കുന്നത് കാണുമ്പോഴും അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. തീരെ ഹാർഡല്ല. ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുണ്ടാക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് മൈസൂർ പാക്ക് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇതേ മെഷർമെൻറ്റ് വെച്ചിട്ട് വേണം എല്ലാം എടുക്കാനായിട്ട്. ഇനി കപ്പിന് പകരം ഗ്ലാസ് വേണമെങ്കിലും എടുക്കാം. അപ്പം അതേ ഗ്ലാസ്സിൽ തന്നെ എല്ലാ ചേരുവകളും എടുക്കുക. അതായത് കടലമാവും പഞ്ചസാരയും നെയ്യും എല്ലാം സെയിം ഗ്ലാസ്സിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുക. അപ്പം മൈസൂർ പാക്കിനെ ആരും കടയിൽ പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഉണ്ടാക്കിയാൽ മതി. പെട്ടെന്ന് നമ്മൾക്ക് സ്വീറ്റ്സ് വേണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവം കൂടിയാണ് ഈ മൈസൂർ പാക്ക്. ഞാനിതിവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല. ഫ്രിഡ്ജിൽ വെക്കാതെയാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് ഇത്രയും സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്. ഇനി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇത് ഒന്നുകൂടെ കട്ട് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. 1 കപ്പ് കടലമാവ് വെച്ചിട്ട് ഈ വലുപ്പത്തിലുള്ള 12 കഷ്ണം മൈസൂർ പാക്കായിരിക്കും നമുക്ക് കിട്ടുക. 2 കാര്യങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തതായിട്ട് ഇതിലെടുക്കുന്ന നെയ്യാണ്. നെയ്യ് ഇത്രയും എടുത്താലാണ് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുക. രണ്ടാമത്തതായിട്ട് പഞ്ചസാരയുടെ നൂൽപ്പരുവാണ്. അത് ശരിക്കും ഒറ്റ നൂൽപ്പരുവം ആയതിനു ശേഷം മാത്രമേ നമ്മൾ കടലമാവ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. എന്നാലാണ് നമ്മൾക്ക് കറക്റ്റ് പാകത്തിൽ കിട്ടത്തുള്ളൂ. ഇനി ഒരെണ്ണം ഞാനിവിടെ ഒന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. ഇത് പൊട്ടിക്കുന്നത് കാണുമ്പോഴും അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മൈസൂർ പാക്കാണിത്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈ രീതിയിൽ മൈസൂർ പാക്ക് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്